നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ദിവസവും ഇന്ത്യയിലെ ഓരോ വർത്തമാന പത്രങ്ങളും പുറത്തിറങ്ങുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ക്രൈസ്തവ ദേവാലയം ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയുമായിട്ടാണ്. അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാരെ ആക്രമിച്ചു, ക്രൈസ്തവ ദേവാലയം ആക്രമിച്ചു, ക്രൂശിത യേശുവിൻ്റെ രൂപം തച്ചു തകർത്തു എന്നുള്ള വാർത്തകളുമായിട്ടാണ്. അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ സംഘ പശ്ചാത്തലമുള്ള ഏതെങ്കിലും സംഘടനകൾ ക്രൈസ്തവ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, കന്യാസ്ത്രീകളെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നുള്ള വാർത്തകളുമായിട്ടാണ്. ഇന്നലെയും അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ഒരു ചർച്ചിൽ പാഞ്ഞുകയറിയ ആളുകൾ ക്രൂശിത രൂപത്തെ തകർത്തു എന്നുള്ള രീതിയിൽ. മിക്കപ്പോഴും കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങളുമായി പോകുന്ന ആളുകൾ ആക്രമിക്കപ്പെടാറുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട ഒരു ജനവിഭാഗമാണ് ക്രൈസ്തവർ. പ്രത്യേകിച്ചും നമുക്കറിയാവുന്നത് തന്നെ ഒറീസയിൽ ഇങ്ങനെ ഒരു പാതിരിയെ അദ്ദേഹത്തിൻ്റെ ചെറുമക്കളോടൊപ്പം കുട്ടികളോടൊപ്പം ചുട്ടുകൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഈ അടുത്ത സമയങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് ക്രൈസ്തവർ എന്ന കാര്യത്തിൽ സംശയമില്ല. 2024 ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആയ ഡെറിക് ഒബ്രിയാൻ ഇതു സംബന്ധിച്ചൊക്കെ രാജ്യസഭയിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില യൂട്യൂബർമാരുണ്ട്, ക്രിസംഗ് യൂട്യൂബർമാർ, പ്രത്യേകിച്ച് മാത്യു സാമുവലിനെയും സാജൻ സ്കറിയയും പോലെയുള്ള യൂട്യൂബർമാർ ഇത്തരം ഈ ക്രൈസ്തവ വേട്ടകൾ ഉണ്ടാകുമ്പോൾ ചത്തതുപോലെ കിടന്നില്ലേ. കാരണം ഈ വേട്ടകളൊക്കെ നടത്തുന്നത് സംഘപരിവാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ചത്തതുപോലെ കിടക്കാം എന്ന രീതിയിൽ ഇങ്ങനെ ചത്തതുപോലെ കിടക്കും. കാരണം ഈ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഈ നക്കാപ്പിച്ചയുടെ അളവ് കുറയുമല്ലോ. കാരണം അവിടെ നക്കിയും ഉറിഞ്ചിയും ഒക്കെയാണ് ഈ അറ്റ്ലീസ്റ്റ് ഈ കള്ള് കുടിക്കാനും ഇറച്ചി കഴിക്കാനും ഒക്കെയുള്ള പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഭംഗം വന്നാലോ എന്ന് കരുതി ഇത്തരം ക്രൈസ്തവ വേട്ടകൾ കണ്ടില്ല എന്നൊടുക്കിയാണ് ഈ മാത്യു സാമുവലും സാജൻ സ്കറിയും ഒക്കെ. മറിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ ചാടി എഴുന്നേറ്റ് അഭിപ്രായം പറഞ്ഞില്ലേ. മാത്യു സാമുവലായാലും ഈ സാജൻ സ്കറിയായാലും മാർക്കം തൊട്ട് നോമ്പ് വരെ എല്ലാത്തിനും ഇവർക്ക് അഭിപ്രായമുണ്ട് എന്നാണ്. സുന്നത്ത് ചെയ്യുന്നതുൾപ്പെടെ നോമ്പിൻ്റെ ഗുണങ്ങളും കോട്ടങ്ങളും ഒക്കെ വിശദമായി ഇവർ വീഡിയോ ചെയ്തുകളെ. നിങ്ങൾ ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ക്രൈസ്തവ വേട്ടവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോവും ഇവരുടെ ചാനലിൽ കാണാൻ സാധ്യമല്ല. മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയെക്കുറിച്ച് ചോദിച്ചാൽ ഇവർ പറയും അത് ഗോത്രവർഗ്ഗക്കാരാണ്, ക്രിസ്ത്യാനികളല്ല എന്ന്. ഇനി പത്തനംതിട്ടയിൽ ഈ അടുത്ത ദിവസം സുവിശേഷ പ്രാസംഗികരെ ആക്രമിച്ച് ബൈബിൾ തറയിലിട്ട് ചവിട്ടി അരച്ച സംഖ്യയെക്കുറിച്ച് ചോദിച്ചാൽ ഇവർ പറയും അത് പെന്തക്കോസ്റ്റുകളാണെന്ന്. ഈ പെന്തക്കോസ്റ്റുകളും ഇതുപോലെയുള്ള ഗോത്ര സഭാ അംഗങ്ങളുമൊന്നും ക്രൈസ്തവർ അല്ല എന്ന് ഈ മാത്യു സാമുവലിനെ പോലെയുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ കേരളത്തിൽ ഈ അടുത്ത സമയത്ത് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ ഒരുപാട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കുന്നതിന് കേരളത്തിലെ ഈ ക്രിസംഗി ചാനലുകൾ, പ്രത്യേകിച്ച് മാത്യു സാമുവലൊക്കെ മടിച്ചു നിൽക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇങ്ങനെ ഉറച്ചത്തത് കണക്കിടന്നളയും. പക്ഷേ ഈ മുസ്ലിം വിഷയങ്ങളിലൊക്കെ വരുമ്പോൾ ചാടി എഴുന്നേറ്റ് പ്രതികരിക്കുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത് ഈ അടുത്ത ദിവസം മാത്യു സാമുവലിൻ്റെ ഒരു വീഡിയോ കാണുന്നതിനിടെ അദ്ദേഹം ഈ ഈരാറ്റുപേട്ട, തെക്കൻ കേരളത്തിൽ മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈരാറ്റുപേട്ട. ഈ ഈരാറ്റുപേട്ടയിലെ അവിടുത്തെ ബിസിനസ്സിൻ്റെയൊക്കെ നല്ല ഒരു ഭാഗം ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ അതിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അയാൾ ഈ സംഘികളുടെയൊക്കെ അച്ചാരം വാങ്ങിച്ചിട്ടൊരു വീഡിയോ ചെയ്തു. ആ പ്രദേശത്തെ ബഹിഷ്കരിക്കുക എന്നാണ് അയാൾ പറയുന്നത്. അതിന് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾ ഒക്കെ എന്താണ് നിർബന്ധിതമായി തട്ടം ധരിക്കുവാൻ പറയുമെന്നൊക്കെയാണ്. ആ പ്രദേശത്ത് മുസ്ലിം സ്ത്രീകളാണ് തട്ടം ധരിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും അന്യമതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ അങ്ങനെ നിർബന്ധിച്ചതായി ഒരു ചരിത്രവുമില്ല എന്ന് ആ പ്രദേശത്തെ പൂഞ്ഞാറിലെ MLA തന്നെ ഇതിനെതിരെ നിഷേധക്കുറിപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ താലിബാൻ അനുകൂലികളാണ്, അതുപോലെ ഹമാസ് അനുകൂലികളാണെന്നൊക്കെ. ഈ താലിബാൻ എന്ന് പറയുന്ന സംഘടന തന്നെ ഉണ്ടാക്കിയത് മാത്യു സാമുവൽ എന്നും വന്ന് മെഴുകി ന്യായീകരിക്കുന്ന അമേരിക്കയാണ്. അമേരിക്ക ഇവിടെ കാർമ്മികത്വത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിലവിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അന്ന് ആ ശീതസമരത്തിൻ്റെ കാലഘട്ടത്ത് റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന ശീതസമരത്തിൻ്റെ കാലഘട്ടത്ത് റഷ്യയുടെ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിരുന്ന
അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി താലിബാന് കാർമ്മികത്വം വഹിച്ചത് അമേരിക്കയാണ്. പിന്നെ പറയുന്നത് ഹമാസിന്റെ പിന്തുണക്കാരാണ് ഇരാറ്റുപേട്ടയിലെ ആളുകളാണ്. ഈ ഹമാസ് എന്ന് പറയുന്നത് ഹമാസിനെ അല്ല അവർ പിന്തുണയ്ക്കുന്നത്, മറിച്ച് ഫലസ്തീന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയാണ് ലോകത്തെ ഏതു അനുകമ്പയുള്ള ജനവിഭാഗത്തെ പോലെയും ഒരുപക്ഷെ ഇരാറ്റുപേട്ടക്കാരും പിന്തുണയ്ക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഈ ഫലസ്തീനികളെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ തീവ്രവാദികൾ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനുകമ്പാപൂർണമായി ആ പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുന്നത് ബഹുമാന്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ ക്രിസ്മസിൽ തന്നെ അദ്ദേഹം വത്തിക്കാനിൽ നടന്ന ശേഷിപ്പിറപ്പിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിൽ പോലും ട്രഡീഷണൽ ആയിട്ട് ഫലസ്തീനികൾ ധരിക്കുന്ന കഫിയ എന്ന വസ്ത്രം ധരിച്ചാണ് ഉണ്ണിയേശുവിൻ്റെ ശുശ്രൂഷകൾ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെയും തീവ്രവാദി എന്ന് ഈ മാത്യു സാമുവൽ ആരോപിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും മാത്യു സാമുവലിനെ പോലുള്ള ആളുകൾ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചു തന്നെയാണ് വീഡിയോകൾ ചെയ്യുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം ഈ അധികാരത്തോട് ഒട്ടിനിന്ന് അധികാരത്തിൻ്റെ ഒപ്പം ചലിച്ച് അവരുടെ പാദ സേവ ചെയ്ത് കിട്ടുന്ന അപ്പകഷ്ണങ്ങൾ നേടുക എന്നതിൽ കറിഞ്ഞ് അതിലെന്തെങ്കിലും ധാർമ്മികതയോ ആ പത്രപ്രവർത്തനത്തിൽ എന്തെങ്കിലും ധാർമ്മികതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഉള്ളതായി തോന്നുന്നില്ല. അദ്ദേഹത്തിന് കള്ള് കുടിക്കാനും ഇറച്ചി കഴിക്കാനും കിട്ടുന്ന ഒരു ചാൻസ് അത് സംഘികളെ പ്രോത്സാഹിപ്പിച്ചാണെങ്കിൽ എന്നു തന്നെ എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും അങ്ങനെ തന്നെയാണ്. സ്വന്തം സമൂഹത്തെയോ അദ്ദേഹം ജനിച്ചു വീണ സമുദായത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും കണ്ടില്ല എന്നടിക്കുകയാണ്. അഥവാ ഇനി അത് കണ്ട് പ്രതികരിച്ചാൽ ഈ അന്നം തരുന്ന സംഘികളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് കുറഞ്ഞാലോ എന്ന തോന്നലായിരിക്കാം. അദ്ദേഹം ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഒഴിവാക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം. അദ്ദേഹം മാത്രമല്ല, സാജൻസ്കരയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടാൽ ചാടിപ്പിടിക്കും. അതിപ്പോൾ ഖത്തറിലായാലും അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലായാലും അത്തരം വിഷയങ്ങളിലൊക്കെ ചാടിപ്പിടിച്ച് ചർച്ച ചെയ്യും. പക്ഷേ സ്വന്തം നാട്ടിൽ സ്വന്തം മുറ്റത്ത് നടക്കുന്ന സ്വന്തം സമൂഹം നേരിടുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ച് കണ്ടില്ല എന്നടിച്ച് കണ്ണടച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അത് ഒട്ടും ശരിയല്ല. കാരണം നമ്മൾ പിറന്നു വീണ സമൂഹത്തോട് നമുക്ക് കുറച്ചൊക്കെ പ്രതിബദ്ധത ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ അധികാരത്തിനോടൊപ്പം നിന്ന് എന്തെങ്കിലും കാലട കിട്ടും എന്ന് കണ്ട് അവരെ തള്ളിപ്പറയുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും മാത്യു സാമുവലിനും ഷാജൻസ്കരയ്ക്കൊക്കെ നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ പെന്തക്കോസ്റ്റുകളെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന തന്നെ പ്രമാണങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. അവരാക്രമിക്കപ്പെടുമ്പോൾ അവരങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു രീതി ശരിയല്ല. ഒപ്പം മണിപ്പൂരിൻ്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. മറിച്ച് ഈ സമൂഹത്തിൻ്റെ ഏതു ഭാഗത്തും നടക്കുന്ന ഇത്തരം ക്രൂരമായ അതിക്രമങ്ങളെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്, പ്രതിഷേധിക്കേണ്ടത് ഏതു സമൂഹമായാലും ഏതു മതമായാലും എന്നാണ് എനിക്ക് മാത്യു സാമുവലിനെ പോലെ ഈ അച്ചാരം വാങ്ങി ഊമ്പിക്കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്ന പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.